OnePlus Nord 2 എങ്ങനെയുണ്ട്? ആ ഫോൺ ഞാൻ വാങ്ങിക്കണോ? ഇതൊക്കെയായിരുന്നു നമ്മൾ റീസെൻ്റ്ലി ആ രണ്ടാഴ്ച കേട്ടുകൊണ്ടിരുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. OnePlus 9 സീരീസ്, അതിനുശേഷം വന്ന Nord CE, ഇതിൻ്റെയൊക്കെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഞ്ചിന് ശേഷം നമ്മൾ വിചാരിച്ചത് OnePlus ബ്രാൻഡ് ഇനി വാങ്ങിക്കാൻ കൊള്ളൂല എന്നായിരുന്നു. പക്ഷേ നമ്മുടെ OnePlus Nord 2 എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ നല്ലൊരു ഫോണാണ്. ഈ ഒരു ഫോൺ നമുക്ക് ലാസ്റ്റ് രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫുൾ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന റിലവൻ്റ് ആയിട്ടുള്ള Nord 2-ന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും അവസാനം ഫോൺ വാങ്ങിക്കണോ വേണ്ടയോ എന്നും നമ്മൾ പറയുന്നുണ്ടാവും. ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ മാത്രമേ കൺസേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാത്രം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിൽഡ് ആൻഡ് ഡിസൈൻ എന്നാണ്. ഈ ഫോൺ വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള 6.7 ഇഞ്ച് ഫോൺസിനെക്കാളും സ്മോളർ ആയിട്ടാണ് ഇത് വരുന്നത്. എൻ്റെ ചെറിയൊരു കൈയാണ്, അപ്പോൾ അതിൽ വരെ നമുക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് നമ്മുടെ പോക്കോ F3 GTനേക്കാളും എത്രയോ കംഫർട്ടബിൾ ആണ് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഗൊറില്ല ഗ്ലാസ് ഫൈബർ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അവരൊരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ്സ് അങ്ങനെ പതിയുന്നോ കാണുന്നോ ഒന്നുമില്ല. സൈഡ്സ് നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. സോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കുറച്ചുകൂടെ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കേസ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ക്യാമറ ബമ്പ് എന്ന് പറയുന്നത് അത്ര വലുതല്ല. ലൈക്ക് നമ്മൾ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന രീതിക്ക് അത്ര വലുപ്പമൊന്നുമില്ല. സോ കുഴപ്പമില്ലാത്ത ബമ്പാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് സ്ലിപ്പറിയാണ് കേട്ടോ. സോ നിങ്ങൾ കേസ് ഇല്ലാതെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് കെയർഫുൾ ആയിരിക്കുക. പിന്നെ എനിക്കിതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബട്ടണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് മേലേക്കാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കോ F3 GTയിലൊക്കെ ഭയങ്കര ടോളായിട്ടുള്ള ഫോണാണ്, പക്ഷേ അതിൻ്റെ പവർ ബട്ടണിൻ്റെ പൊസിഷനിങ് പ്രോപ്പറായിരുന്നു. ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലേർട്ട് സ്ലൈഡർ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. Nord CEയിൽ നമുക്ക് അലേർട്ട് സ്ലൈഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു നെഗറ്റീവ് വരുന്നത്, ഇതിൽ 3.5mm ജാക്കില്ല. ഓൾമോസ്റ്റ് എല്ലാ OnePlus ഫോൺസിനും നമുക്ക് 3.5mm ജാക്കില്ല. പക്ഷേ നമ്മുടെ Nord CEക്ക് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചൊന്ന് ബെറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് SD കാർഡ് സ്ലോട്ടില്ല. 2 സിം സ്ലോട്ട്സ് മാത്രമാണ് വരുന്നത്. ഒഫീഷ്യലി അവർ IP റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സിം ട്രേ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലൊരു റബ്ബർ റിങ് വരുന്നുണ്ട്. സോ എന്നൊരു വാട്ടർ പ്രൊട്ടക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫിംഗർപ്രിൻറ്റ് സ്കാനർ നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർപ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് ഫാസ്റ്റും റിലയബിൾ തന്നെയാണ്. ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അൺലോക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾക്ക് ഫോണിൻ്റെ സ്പീക്കർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡുവൽ സ്പീക്കറാണ് വരുന്നത്. മെയിൻ സ്പീക്കർ ബോട്ടവും സെക്കൻഡ് സ്പീക്കർ വന്നിട്ട് ഇയർ പീസിലുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതല്ല. ലൗഡാണ്, പക്ഷേ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ലതല്ല. ഞാൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Mi 11Xൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ F3 GTൻ്റെ സ്പീക്കറാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. അത് ഇതിൻ്റെ അത്ര ലൗഡല്ല, ബട്ട് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മളിനി ഡിസ്പ്ലേൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.43 ഇഞ്ച് 1080p 90 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ OnePlus Nordൻ്റെ സെയിം ഡിസ്പ്ലേ തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അവർ കുറച്ചുകൂടെ ക്വാളിറ്റി ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ലോ ബ്രൈറ്റ്നസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ഫ്ലിക്കറിങ് ഇഷ്യൂസ് വരുന്നില്ല. അതുപോലെ തന്നെ ടിൻറ്റ് ഇഷ്യൂസും വരുന്നില്ല. ബ്രൈറ്റ്നസ് വളരെ നല്ലതാണ്. എക്സ്ട്രീം ബ്രൈറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സൺലൈറ്റിൻ്റെ അണ്ടറിലും നമുക്ക് ടെക്സ്റ്റ് എല്ലാം റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളേഴ്സൊക്കെ വളരെ നല്ലതാണ്. കളർ കോമ്പിനേഷൻസ് നല്ലതാണ്. ഈവൻ നമ്മൾ വിവിഡ് മോഡിൽ ഇട്ടിരിക്കുന്ന സമയത്ത് പോലും ഓവർ സാച്ചുറേറ്റഡ് ആയി പോകുന്നില്ല കളേഴ്സ്. ഈ ഫോൺ നമുക്ക് വൈഡ് വൈൻ L1ഉം അതുപോലെ തന്നെ HDR പ്ലേബാക്ക് വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ HD വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ HDR കണ്ടൻസ് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ പ്രൈം വീഡിയോൻ്റെ കേസിൽ നമുക്ക് 480p വരെയാണ് അവർ അലോ ചെയ്യുന്നുള്ളൂ. HD കണ്ടൻസ് ഒന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷേ നമ്മൾ നോഡ് സി വർക്ക് ചെയ്യുന്ന സമയത്ത് HDR കണ്ടൻസും HD കണ്ടൻസും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ OnePlus ഇനി ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യേണ്ടതാണ്. ഫോണിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്. സോ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹൊറൈസൺ ലൈറ്റിൻ്റെ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്കൊരു ലോവർ സൈഡിലാണ് വരുന്നത്. പക്ഷേ ഫോൺ വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 120 ഹെർട്സിന് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യത്തില്ല. മൊത്തത്തിൽ ഒരു നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. ചെറിയ ഒരു HDR ഇഷ്യൂസ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം കേട്ടോ. MediaTek ചിപ്സെറ്റുള്ള ആദ്യത്തെ OnePlus ഫോണാണിത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് ലാഗ്സ് ഒന്നും വരുന്നില്ല ഫോണിൽ. റാം മാനേജ്മെൻറ്റ് വളരെ നല്ലതാണ്. UI വന്നിട്ട് അങ്ങനെ സ്ട്രക്ക് ആവുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഹീറ്റിംഗ് ഇഷ്യൂസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ യൂസേജിൻ്റെ സമയത്ത് ഫോണ് ഒരിക്കലും ഹീറ്റായിട്ടില്ല. പക്ഷെ നമ്മൾ ഹെവി യൂസേജ് സമയത്ത് ചെറുതായിട്ടൊന്ന് വാം ആവുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിൽ അവർ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പെർഫോമൻസ് മോഡ് എന്ന് പറഞ്ഞിട്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ AnTuTu സ്കോറിൽ നമുക്ക് 20% വരെയുള്ള ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോർമൽ യൂസേജിൻ്റെ സമയത്ത് വരെ ഫോൺ വല്ലാതെ അങ്ങ് ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് OnePlus അതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ബെറ്റർ ആ ഒരു പെർഫോമൻസ് മോഡ് ഓൺ ചെയ്യാതെ തന്നെ ഇരിക്കുക. ഈവൻ നമ്മൾ നോർമൽ മോഡിലാണെങ്കിൽ പോലും ഫോണിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ OnePlus Nordനെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് പെർഫോമൻസ് വരുന്നത്. നമ്മൾ ഗെയിമിങ്ങിൻ്റെ സമയത്തൊക്കെ ഉള്ള ഹാപ്റ്റിക് റെസ്പോൺസ് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. സോ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനേക്കാളും ബെറ്റർ നമ്മുടെ Poco F3 GT ആണ്. അതിൻ്റെ ടച്ച് റെസ്പോൺസ് ടൈമാണ് ബെസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്കിനി നമ്മുടെ OnePlus Nord 2ൻ്റെ ബ്ലാസ്റ്റ് ഇഷ്യൂവിൻ്റെ കാര്യം പറയാം. അതായത് ബാംഗ്ലൂരുള്ള അങ്കൂർ ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് Nord 2 ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൈഫ് സൈക്കിൾ ചെയ്യുന്ന സമയത്ത് പേഴ്സിൽ വെച്ചിട്ട് ബ്ലാസ്റ്റ് നടന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് റെസ്പോൺസ് ആയിട്ട് OnePlus പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഇഷ്യൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളത്. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്കൂർ ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ട്വീറ്റ് ഇട്ടു OnePlus ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. അതേസമയം OnePlusഉം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ എക്സ്റ്റേണൽ ഇഷ്യൂസ് കാരണമാണ് ആ ബ്ലാസ്റ്റ് നടന്നിട്ടുള്ളത്, അല്ലാതെ ഇൻറ്റേർണൽ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ബാറ്ററി ഇഷ്യൂസോ കൊണ്ടല്ല എന്നുള്ളത്. സോ ഇതിൽ നമുക്ക് ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകെ കൂടെ ഒരു ഇൻസിഡൻ്റാണ് നടന്നിട്ടുള്ളൂ. നമ്മുടെ സാംസങ് Note 7 പോലെ ബാറ്ററി ഇഷ്യൂ കാരണം ഒരുപാട് ഫോണുകൾ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തത് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഫോൺ വല്ലാതെ ഹീറ്റായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. അതല്ലാത്ത സമയത്ത് നോർമൽ മോഡിലെല്ലാം നമുക്ക് പ്രോപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ഈവൻ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. സോ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഫോൺ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സേഫ് ആണ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ലൈക്ക് നമ്മുടെ കോൾ ക്വാളിറ്റി അതുപോലെ തന്നെ നെറ്റ്വർക്ക് റിസപ്ഷൻ എല്ലാം ഈ ഫോണിൽ വളരെ നല്ലതായിരുന്നു. വൈഫൈ കണക്ടിവിറ്റി നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് വരുന്നത്. പ്രോക്സിമിറ്റി സെൻസറിൽ നമുക്കൊരു ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ റെഡ്മി ഫോൺസിലൊക്കെ നമുക്ക് അതിനൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഫോണിൽ നമ്മൾക്ക് 6 5G ബാൻഡ്സ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ OnePlus ഫോൺസിനേക്കാളും കൂടുതൽ 5G ബാൻഡ്സ് വരുന്നത് ഇതിൽ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ 5G വരുന്ന സമയത്തും ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വരാം. ColorOS. അതെ, ഒഫീഷ്യലി നമ്മുടെ OnePlus Nord 2 ഇപ്പോൾ റൺ ആവുന്നത് ColorOSൻ്റെ മേലെ Oxygen OS ആയിട്ടാണ്. അപ്പോൾ ഇതിന് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നല്ല വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴും ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ വന്നിട്ട് Oxygen OSൻ്റെ തന്നെയാണ് വരുന്നത്. ചെറിയ സെറ്റിങ്സിൻ്റെ അവിടെയുള്ള ലേ ഔട്ട് അല്ലെങ്കിൽ ക്യാമറ ആപ്പ് അങ്ങനെ ചെറിയ ഡിഫറൻസ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റിയൽമിയിലും അതുപോലെ തന്നെ ഓപ്പോയിലും ഉള്ള പോലെ ബ്ലോട്ട് വെയർസ് ഒന്നും തന്നെ ഇല്ല. ഇനി മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിലുള്ള ColorOSൻ്റെ ക്യാമറ ആപ്പ് കൊണ്ടാണോ എന്ന് അറിയില്ല, ഇമേജ് ക്വാളിറ്റീസ് വളരെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു വലിയ ബാഡ് സൈഡ് ഉണ്ട് കേട്ടോ. ലൈക്ക് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിൻ്റെ റിയൽമിയോ അല്ലെങ്കിൽ ഓപ്പോനെ പോലെയൊക്കെയാണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു OnePlusൻ്റെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ടാകുന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് പെർമിഷൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ആപ്പ് ഡ്രോയറിൽ സെർച്ച് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പെർമിഷൻ റിക്വസ്റ്റ് ആണിത്. വേറൊരു സ്ക്രീൻഷോട്ടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ആപ്പിൽ ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ റിക്വസ്റ്റ് ആണത്. ക്യാമറ ആപ്പിന് ഫോൺ ചെയ്യാനുള്ള റിക്വസ്റ്റ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല.
മൂന്നാമത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഈ ഡേറ്റ എല്ലാം ചൈനീസ് സെർവേഴ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. സോ ഒഫീഷ്യലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചൈനീസ് കളർ OSലാണ് വരുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OTA അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിനെ റീസ്റ്റാർട്ട് ചെയ്തു. പെർമിഷൻസ് ഒന്നും നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് മുഴുവൻ ചൈനീസിലായിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മളിനി ബാറ്ററീൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 6.5 hours നോർമൽ യൂസേജിൻ്റെ സമയത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെവി യൂസേജിൻ്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 5 hours നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. നമുക്ക് ബാറ്ററി അത്ര ലോ ആണെന്നൊന്നും തോന്നുന്നില്ല. ഇനി നമുക്കിതിൽ 65 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. അത് നമ്മൾക്ക് 100% ആവാൻ 35 minutes മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നിങ്ങൾ ധൃതി പിടിച്ച് എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട സമയത്ത് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ നമ്മുടെ ക്യാമറ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് Nord 2 ഒരുപാട് അങ്ങ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഈവൻ നമ്മുടെ OnePlus 9R ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Nord 2 നമുക്ക് 50 മെഗാപിക്സലിൻ്റെ IMX766 വിത്ത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് മെയിൻ ക്യാമറ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മോണോക്രോം സെൻസറുമാണ് വരുന്നത്. ഡേ ലൈറ്റ് ഇമേജസ് നമുക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത്. കളേഴ്സ് ഭയങ്കര അക്യുറേറ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും. ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടല്ല നമുക്ക് വരുന്നത്. ഓവർ ഷാർപ്പായിട്ടുള്ള ഇമേജസ് അല്ല നമുക്ക് വരുന്നത്. ഹ്യൂമൻ സ്കിൻ ടോൺസ് പറയുന്നത് വളരെ നല്ലതാണ്. ഡീറ്റെയിൽസ് വളരെ നന്നായിട്ടാണ് വന്നിരിക്കുന്നത് മെയിൻ ക്യാമറയിലുള്ള ഡേ ലൈറ്റ് ഫോട്ടോസിൻ്റെ. നമ്മളൊരു ഫുൾ ക്യാമറ കമ്പാരിസൺ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് Nord 2 F3 GT X7 Max. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. പോർട്രേറ്റ്സിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് സെപ്പറേഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കിൻ ടോൺസും വളരെ നന്നായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ലോ ലൈറ്റിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ഒരു വലിയ സെൻസറും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഈ ഒരു 30K അണ്ടറിൽ വേറെ ഒരു ഫോണിലും നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോസ് ഇത്രയും ബെറ്റർ ആയിട്ട് കിട്ടുന്നില്ല. ഈവൻ നമ്മൾ നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ടുള്ള സമയത്ത് പോലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് അൾട്രാ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഫോട്ടോനെ കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ഇമേജിനെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. ഇനി നമ്മൾ സെൽഫീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫീസാണ് വരുന്നത്. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ കളേഴ്സും അതുപോലെ തന്നെ സ്കിൻ ടോൺസും ഒക്കെ വളരെ നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അൾട്രാ വൈഡ് ഇമേജസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് നമുക്ക് ഓക്കെ ആയിട്ടാണ് വരുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ലോ ലൈറ്റിൽ വരുന്നത്. ഇനി നൈറ്റ് മോഡ് ഓൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല ക്വാളിറ്റിയിൽ. ഈ ഫോണിൽ നമുക്ക് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒറിജിനൽ Nordൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വരെ അത് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് വളരെ സ്മൂത്താണ്, സ്റ്റേബിളായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 30K അണ്ടറിൽ ബെസ്റ്റ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഈവൻ നമ്മുടെ OnePlus ഫോൺസിലെ ഏറ്റവും നല്ല ക്യാമറ ഇതിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ OnePlus Nord 2 വാങ്ങിക്കണോ വേണ്ടിയോ? നിങ്ങൾക്ക് OnePlus Nord 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ബാറ്ററി ആൻഡ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 30K അണ്ടറിൽ ബെസ്റ്റ് ക്യാമറ വരുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രയോറിറ്റീസ് ഇതൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ക്യാമറ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് Nord 2 എടുക്കാം. ഈവൻ നമുക്ക് 6 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി നെഗറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ SD കാർഡ് സ്ലോട്ട് ഇല്ല, 3.5mm ജാക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ സമയത്ത് ടച്ച് റെസ്പോൺസ് പറയുന്നത് വളരെ മോശമാണ്. സോ നിങ്ങൾ നോക്കുന്ന ഒരു ഗെയിമിംഗ് ഫോണാണെന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ എന്തായാലും Poco F3 GT അല്ലാന്നുണ്ടെങ്കിൽ Realme X7 Max എടുക്കാനായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Nord 2ൽ നമ്മുടെ കളർ OS ആണ് ഓക്സിജൻ OSന് പകരം. പക്ഷെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം ഓൾറെഡി OnePlus Oppo ആയിട്ടുള്ള മെർജ് നടന്നതുകൊണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ബ്ലാസ്റ്റ് ഇഷ്യൂവിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആകെ കൂടെ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളൂ. സോ അത് ആലോചിച്ച് പാനിക്കായി നമ്മുടെ Nord 2 എടുക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.